ഇപ്പൊ ഞാൻ പറയാം, എന്റെ ഒരു 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 എന്താ പറയാ, ഒരു യാത്രയിൽ ഒരാളെ ഞാൻ പരിചയപ്പെട്ടു. അപ്പൊ അയാള് കാനഡയിൽ വർക്ക് ചെയ്യാം. ആള് ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അപ്പോ അയാൾ എന്നോട് പറഞ്ഞ കാര്യം, കാനഡയിൽ ഇനി പോവാതിരിക്കാൻ നല്ലത് എന്ന്. അപ്പൊ എന്താന്ന് വെച്ചാൽ പറയാം, അവിടെ അഭയാർത്ഥികളെ ഫ്രീ ആയിട്ട് അവര് സ്വീകരിച്ചു, കുറെ കാലം സ്വീകരിച്ച അഭയാർത്ഥികളൊക്കെ ഇപ്പൊ മുസ്ലിങ്ങളാണല്ലോ അഭയാർത്ഥികള് ഇപ്പൊ ലോകത്ത് കാര്യമായിട്ട്. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോ ഇപ്പൊ അവര് അവിടെ താമസിക്കുന്ന അവിടെ ഒരു പള്ളി കെട്ടി അങ്ങനെ സെറ്റാക്കി. ഇപ്പൊ അവര് പറയണത് പല സ്ഥലങ്ങളിലും ശരിയത്ത് നിയമം വേണമെന്നുള്ള രീതിയിലാണ്. അപ്പൊ അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. ഇതിനെ അൺകൺട്രോൾഡ് ആയിട്ട് വിട്ടു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമായി മാറും. ഇനി ഇവിടെ ടോപ്പിക്കിന്റെ പറയണമെന്നുണ്ടെങ്കിൽ, ക്രിസ്ത്യാനികൾക്ക് പൊതുവെ ക്രിസ്ത്യൻ രാജ്യങ്ങളിലൊക്കെ പറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമായത്. ക്രിസ്ത്യൻ സമുദായത്തിന്റെ ഒരു പ്രത്യേകത, അവരൊരുപാട് റിഫോംഡ് ആയി. ഇപ്പൊ യൂറോപ്പാണല്ലോ ഇപ്പൊ അവരെ ഒരു ഫോക്കൽ പോയിന്റ്. അവിടെയൊക്കെ അവര് നല്ല രീതിയിൽ റിഫോംഡ് ആയി. അവര് ആധുനികതയിലേക്ക് വന്നു, മോഡേണിറ്റിയിലേക്ക്. പക്ഷെ അവർ ആ സമയത്താണ് ഈ പറഞ്ഞ ഹ്യൂമനിസം, ഇപ്പൊ ഒരു കാലത്ത് ക്രൂസൈഡ് ഒക്കെ നടത്തിയത് തന്നെയാണ് ക്രിസ്ത്യൻ സമുദായം. പക്ഷെ അതിനുശേഷം ഇപ്പൊ അവര് ഈ ഹ്യൂമനിസം അതുപോലെ തന്നെ ഹ്യൂമാനിറ്റേറിയൻ വർക്കൊക്കെ ഏറ്റെടുത്ത് നടത്തുന്നതൊക്കെ മെയിനായിട്ട് ക്രിസ്ത്യൻ രാജ്യങ്ങളാണ്. കാനഡ, US, അല്ലെങ്കിൽ ഈ പറഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ. അപ്പൊ അവർക്ക് പറ്റുന്ന തെറ്റെന്താണെന്ന് വെച്ചാൽ, അവർ ഈ പറഞ്ഞ തീവ്രവാദികൾ, ഇവര് തന്നെ തീവ്രവാദികളാ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തി, അവന് ഖുറാനില് തെറ്റുകൾ ഉണ്ട് എന്ന് അംഗീകരിക്കണം. അതുപോലെ തന്നെ മുഹമ്മദ് ചെയ്തത് തെറ്റാണെന്ന് അംഗീകരിക്കണം. അല്ലെങ്കിൽ ആ എഴുതി വെച്ചത് ഞങ്ങളെ മുഹമ്മദ് എഴുതിയതല്ല എന്ന് അവർ അംഗീകരിക്കുകയാണെങ്കിൽ മാത്രമേ ഞാനൊരു മുസ്ലിമിനെ വിശ്വസിക്കുള്ളൂ. അല്ലാത്തടത്തോളം കാലം ഓരോ ഈച്ച് ആൻഡ് എവരി മുസ്ലിം ഒരു സിംഗിൾ ഒരു ത്രെട്ടാണ്, ഒരു ബിഗ് ത്രെട്ടാണത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കാശ്മീരിലെ ഒരു ഉദാഹരണം ഉണ്ട്. കാശ്മീരി പണ്ഡിറ്റുകൾ പറഞ്ഞത്, അവര് വെറും എന്താ പറയാ, ഇസ്ലാമികപരമായി നടക്കുന്ന ആൾക്കാരാണ്, അവര് നമുക്ക് പ്രശ്നമല്ല. പക്ഷെ ഇപ്പൊ ഈ ഹമാസിൽ നടക്കുന്ന കാര്യം എന്താ, ഈ വെസ്റ്റ് ബാങ്കിലും അതുപോലെ തന്നെ ഗസയിലൊക്കെ നടക്കുന്ന കാര്യം എന്താ? അവിടെ എല്ലാരും എന്താ പറയാ, 10% താഴെയുള്ള തീവ്രവാദികൾ എന്ന് പറയും. അതല്ല, 10% താഴെയുള്ള ആൾക്കാരാണ് ആയുധം എടുക്കുന്നത്. ബാക്കി ഒരു 20% ആൾക്കാർ ഇവരെ കാശ് കൊടുത്ത് സഹായിക്കും. പിന്നെ അതിന്റെ ബാക്കിയുള്ള ഒരു 70% ആൾക്കാർ ഇവരെ സപ്പോർട്ടാണ്. ഇവരെ വീടിന്റെ ഉള്ളിൽ ഒളിപ്പിക്കാനും ഇവർക്ക് സ്ഥലം കാണിച്ചു കൊടുക്കാനും 100% ആൾക്കാർ ഇതിനെ സപ്പോർട്ടാണ്. അതിന്റെ ഈ ക്രിസ്ത്യാനികളായിട്ടുള്ള ആൾക്കാർ ഇനിയും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ക്രിസ്ത്യൻസിന്റെ നമ്മളെ പല റിപ്പോർട്ടുകളിലൊക്കെ കാണാൻ പറ്റും, ഏറ്റവും കുറവ് കേരളത്തില് ഇത് എന്താ പറയാ, വളർച്ച ഉള്ളത്, ഏറ്റവും കുറവ് വളർച്ച ഉള്ളത് ക്രിസ്ത്യാനികളാ. അവർക്ക് എത്ര TFR എത്ര 1.8 അങ്ങനെ എന്തോ സംഭവമാണ്. അവരുടെ ജനസംഖ്യ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തില്. പുറത്തെനിക്കറിയില്ല, കേരളത്തില് വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവരെ ഇതുപോലെ തന്നെ അവരൊരു മൈനോറിറ്റി എന്നുള്ള ഒരു കൺസിഡറേഷൻ പോലും ഇല്ല എവിടെയും. പറയുമ്പോ അവര് മെജോറിറ്റി ആയിട്ടുള്ള രാജ്യങ്ങളെ കൊണ്ടാണ് ഇന്ത്യക്ക് പല ഉപകാരങ്ങളും ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ പറയണമെന്നുണ്ടെങ്കിൽ റഷ്യ, ക്രിസ്ത്യൻസ് ആണ് അവിടെ മെജോറിറ്റി. US, കാനഡ, പിന്നെ അതുപോലെ തന്നെ ബ്രസീല്, സൗത്ത് ആഫ്രിക്ക, ഇത്തരം രാജ്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പല ഉപകാരങ്ങളും ഉണ്ട് ഇവരെ കൊണ്ട്. നമുക്ക് GCC രാജ്യങ്ങളെ കൊണ്ട് ഉപകാരമുണ്ട്. പക്ഷെ GCC രാജ്യങ്ങളാണ് ആദ്യം ഈ പറഞ്ഞ തീവ്രവാദികളെ ചൂലെടുത്തടിച്ച് ആട്ടിയിറക്കണത്. ഈ മറ്റേ ഇവർക്കൊക്കെ നല്ല കുരുപൊട്ടിയിരിക്കുകയാണ്. ഇപ്പൊ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലാണ് UAE അമ്പലം പണിയണത്. അതുപോലെ തന്നെ ഖത്തറിന് മുൻ നാവികസേന ഉദ്യോഗസ്ഥരെ വെറുതെ വിട്ടു. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ട് ജിഹാദികളാകെ അടിപതറിയിരിക്കുകയാണ്. അവർക്കിപ്പോ ആകെ ഒരു ആശ്രയം എന്നുള്ളത് തുർക്കിയിൽ അവരെ എർദോഗൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത്തരത്തിലാണ് ഇതിന്റെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ. ഇതിനെ കറക്റ്റ് ഇസ്ലാമിനെ എങ്ങനെ നേരിടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഐഡിയോളജിക്കലി നേരിടണം. പക്ഷെ അതിന് വലിയൊരു കാര്യമൊന്നുമില്ല ഐഡിയോളജിക്കലി. കാരണം ഇത്ര ക്ലബ് ഹൗസിൽ ഇത്ര കാലം വന്നിട്ടും നമ്മൾ ഈ പറഞ്ഞു കൊടുത്തിട്ട് ആർക്കാ ഇതിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുള്ളത്? ഐഡിയോളജിക്കലി പറഞ്ഞു കൊടുക്കാം. എന്തിന്? അവര് അതിന്റെ ഒപ്പം തന്നെ ശാരീരികപരമായിട്ടും സ്ട്രോങ് ആയിരിക്കണം, അതായത് സംഘടിച്ചിരിക്കണം കാരണം അതിന്റെ ഇസ്ലാമിന്റെ വരവും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് അറിയാൻ പറ്റുള്ളൂ. അവര് ഇപ്പൊ മക്കയിലൊക്കെ മുഹമ്മദിനെ, ഇപ്പൊ മുസ്ലിങ്ങൾ പൊതുവെ പറയാറുണ്ട്, ഈ ഖുറാനേക്കാളും നല്ലൊരു ഖുറാൻ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റിയോ,
മുഹമ്മദ് നബീനെ നിങ്ങൾക്ക് ഐഡിയോളജിക്കലായിട്ട് നിങ്ങൾക്ക് എതിർക്കാൻ പറ്റുമോ ഇല്ല, നിങ്ങൾ തോറ്റില്ലേന്ന്. വെറുതെയാണ്. മുഹമ്മദിനെ തോറ്റ് തുന്നം പാടിച്ച കാബ് ബിൻ അസ്റഫിന്റെ പോലുള്ള ജൂതന്മാരൊക്കെ, ജൂത പണ്ഡിതന്മാരും ജൂത കവികളും ക്രിസ്ത്യാനികളൊക്കെ, ഇവൻ പാഗൻ മതക്കാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു മക്കയില്. മുഹമ്മദ് തോറ്റു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവരെ കാണൂല. കാരണം അവരുടെ ശവം പോലും കാണത്തില്ല, ഇന്നത്തെ ചേകന്നൂരിന്റെ പോലെ. അല്ലെങ്കിൽ അവരെ തലവെട്ടി കുന്തത്തുമ്മ നിർത്തി ഈ വാര്യംകുന്തൻ ചെയ്തതുപോലെ ഇത്തരത്തില് ജനങ്ങളെ ഭീഷണിപ്പെടുത്തി പേടിപ്പെടുത്തിയിട്ടാണ് ഇവർ ഈ ഐഡിയോളജി വളർത്തിയത്. മനസ്സിലായില്ലേ? അപ്പൊ ഈ പേടീനെ നമ്മൾ ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ സംഘടിക്കുക തന്നെ വേണം. പിന്നെ ഇപ്പൊ ക്രിസ്ത്യൻ രാജ്യങ്ങളിലൊക്കെ, ഇപ്പൊ US ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സംഘടിക്കലാണ്. അതായത് അവിടെ ഒരു ഡിഫൻസ് ഉണ്ട്, അവിടെ ഒരു പട്ടാളം ഉണ്ട്. പക്ഷെ ചില രാജ്യങ്ങളുടെ കാര്യമൊക്കെ കട്ടപ്പോക്കെ. ഇപ്പൊ UK കാര്യം, UK നല്ല രീതിയിൽ ജിഹാദികൾ വളർന്നു വന്നിട്ടുണ്ട്. UK അതുപോലെ തന്നെ കാനഡ, പല സ്ഥലങ്ങളിൽ അഭയാർത്ഥികളായി വന്ന് അവര് വന്ന് അവിടെ കീഴടക്കി. ഇനി ക്രിസ്ത്യാനികൾ അവിടെ ലെബനോണിലുള്ള അവസ്ഥയാണ് ഈ സ്ഥലങ്ങളിലൊക്കെ വരാൻ പോണത്. പക്ഷെ ഇവരെ കറക്റ്റ് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് നമ്മളെ പറഞ്ഞ ഈ RSS സ്ഥാപകനൊക്കെ. ഇതിനെ ഐഡിയോളജിക്കലായി നേരിടുന്നതിനേക്കാളും കൂടുതൽ ശാരീരികപരമായിട്ട് നേരിടും. കാരണം ഐഡിയോളജിക്കലി ഒന്നുമില്ല ഈ മതത്തിന്റെ ഉള്ളില്, ഒരു വസ്തുവില്ല. വെറും പെണ്ണുപിടിയും മറ്റേ വെറും എന്താ പറയാ, ഒരു കാട്ടാളൻ എന്താ ചെയ്യാ. നമ്മൾ കാട്ടാളൻ എന്ന് പറയാൻ പാടില്ല, കാട്ടാള അതൊക്കെ തെറ്റായ സംഭവമാണ്. നമ്മളൊരു വെറും എന്താ പറയാ, ഒരു വൃത്തികെട്ടവൻ എന്നൊക്കെ പറയല്ലോ. നമുക്ക് മദ്യം, പെണ്ണ്, ഇത് മാത്രമാണ് നമ്മളെ ചിന്ത എന്നുള്ള. അതേപോലെ ഒരുപാട് തിന്നണം, എന്നിട്ട് പെണ്ണ് പിടിക്കണം, മദ്യപിക്കണം. ഇതാണല്ലോ ഇവരുടെ സ്വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്വർഗം ഇപ്പൊ മോക്ഷം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളെ ആഗ്രഹങ്ങളിൽ നിന്നെല്ലാം വിട്ടുപോയ ഒരവസ്ഥയാണ് ഈ മോക്ഷം എന്ന് പറഞ്ഞാൽ. ഇതെന്താണ്? മരിച്ചു കഴിഞ്ഞാല് 72 പെണ്ണുങ്ങളെ ഭോഗിക്കുക, എന്നിട്ട് ഇങ്ങനെ വെള്ളമടിക്കുക, നല്ലോണം തിന്ന്. അതന്നെ ഇവിടെയും ചെയ്തുകൊണ്ടിരിക്കണം ഒരു തരത്തില്. അതന്നെ അനന്തമായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഐഡിയോളജിനോട് നമ്മൾ എങ്ങനെയാണ് ഇന്റലക്ച്വൽ ഡിബേറ്റ് നടത്തുക? ഇതിനോട് നടത്തിയിട്ട് ഒരു കാര്യമല്ല. നടത്താം, പക്ഷെ നടത്തുന്നതിന്റെ ഒപ്പം തന്നെ നമ്മൾ നമ്മളെ ശരീരം സൂക്ഷിക്കണം. ഈ പറഞ്ഞ ജിഹാദികളെ 8 അടിക്ക് പൊട്ടിച്ച കേരളത്തിലാളുണ്ട്. ചേകന്നൂർ മൗലവി, ഖുറാനിസ്റ്റുകൾ, ജാമിദ ടീച്ചറെ പോലുള്ള ആൾക്കാർ, ജബ്ബാർ മാഷ്, ഇവർക്കൊന്നും നമ്മളെല്ലാം വിചാരിക്കുന്നുണ്ടാവും ഇവരൊന്നും ഒന്നും ചെയ്യണില്ലല്ലോ. ചേകന്നൂരിനെ കൊന്ന് അന്ന് അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു. പിന്നെ ഈ സമയത്ത് സോഷ്യൽ മീഡിയ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്, ആൺകുട്ടിയാണ് ഭരിക്കുന്നത്, നരേന്ദ്രമോദിയാണ്. അവിടെ അമിത്ഷാ ഉണ്ട്. പിന്നെ ഇനി വരാൻ പോണ യോഗിയുടെ ഒക്കെ പോലുള്ള ആൾക്കാരാണ്. അതിന്റെ ഒരു പേടിയുണ്ട് ജിഹാദികൾക്ക്. ജിഹാദികള് ചാവാൻ വേണ്ടിയിട്ടാണ് നടക്കണെന്നൊക്കെ പറയും. ഞങ്ങൾ ജിഹാദ് ആവാൻ വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, ഞങ്ങൾക്ക് മരണം പേടിയില്ല എന്നൊക്കെ. അതൊക്കെ വെറുതെ പറയാണ്. അങ്ങനെ പേടിയില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ മറ്റേ ഇങ്ങനെയൊക്കെയാണോ നിൽക്കുക? ഇവർക്ക് നല്ല പേടിയുണ്ട്, അത് വേറെ കാര്യം. ഇവർക്ക് സംഘടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പേടിയാ. ഈ ഹമീദ് ഒരു 2-3 ദിവസം മുമ്പ് വന്നിട്ട് ഒരു ഗ്രൂപ്പിൽ പറഞ്ഞിട്ടില്ലേ, ഇന്ത്യയിൽ മാത്രമേ ഇസ്ലാമിന് ഒരു വളർച്ച ഇല്ലാത്തുള്ളൂ. അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ RSS ഉള്ളതുകൊണ്ടാണ്. അതായത് ഓന് വേണ്ട കളി ഇവിടെ കളിക്കാൻ പറ്റാത്തത് RSS എന്നുള്ള സംഘടന ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഇവർക്ക് ഈ സംഭവം ഇങ്ങനെ കളിക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ RSS ഇവിടെ ഇല്ലാതാവണം. അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ ഒരു സംഭവം. ക്രിസ്ത്യാനികളുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിസ്ത്യൻ സമുദായം ഒരിക്കലും ക്രിസ്ത്യാനിറ്റിക്ക് ഹിന്ദുയിസം ഒരു ത്രെട്ട് അല്ല. ഒരിക്കലും ഹിന്ദുയിസം എന്നല്ല, ഈ പറഞ്ഞ ഈ രാജ്യത്തെ സംസ്കാരം ഒരിക്കലും ഒരു ത്രെട്ട് ആണെന്ന് ഞാൻ കരുതിയിട്ടില്ല.